അച്ഛൻ നമ്മുടെ ഉമ്മയിലഗിരി പള്ളിയിലെ വികാരിയായിട്ട് സേവനം ചെയ്യുന്നു. നമ്മുടെ ഇടവകയിൽ മുൻകാല റീജൻ്റായിട്ട് സേവനം ചെയ്ത വ്യക്തിയാണ്. അച്ഛനെ ഒത്തിരി സ്നേഹത്തോടു കൂടി നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ അച്ഛനോടൊപ്പം നമുക്ക് വേണ്ടി സഹകാർമ്മികരായിട്ട് വിശുദ്ധ ബലി അർപ്പിക്കുന്നത് ബിജു പുന്നമ്പള്ളി അച്ഛനും ജോഷി കിഴക്കിനടുത്ത അച്ഛനും സാബു തളിയൻ അച്ഛനും ദിലീപ് പാറക്കൽ അച്ഛനുമാണ്. അച്ഛന്മാരെല്ലാവരെയും വികാരി അച്ഛൻ്റെ പേരിൽ ഒത്തിരി സ്നേഹത്തോടു കൂടി നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഭക്തിപൂർവ്വം വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാം. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. തമ്പുരാൻ്റെ മുൻപിൽ നമ്മുടെ കുടുംബത്തെ പ്രത്യേകം സമർപ്പിക്കാം. മാതാപിതാക്കളെ, ജീവിത പങ്കാളിയെ, നമ്മുടെ മക്കളെ ഈ ബലിവേദിയിൽ സമർപ്പിച്ച് നമ്മുടെ കുടുംബം തിരുക്കുടുംബമായി മാറുവാൻ പ്രത്യേകം പ്രാർത്ഥിക്കാം. രോഗികളായി ആശുപത്രികളിലും ഭവനങ്ങളിലും കഴിയുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കാം. വിശുദ്ധൻ്റെ മാധ്യസ്ഥം യാചിച്ച് അവർക്കെല്ലാവർക്കും രോഗസൗഖ്യം നൽകണമേ എന്ന് യാചിക്കാം. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ, പഠിക്കുവാൻ പോയിട്ടുള്ളവർ എല്ലാവരെയും ഓർക്കാം. നമ്മുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു നിയോഗം ഈ ബലിപീഠത്തിൽ സമർപ്പിച്ചുകൊണ്ട് വിളിച്ചാൽ വിളി കേൾക്കുന്ന വിശുദ്ധൻ്റെ മുൻപിൽ ഭക്തിയോടുകൂടെ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തോടെ ഭക്തിയോടുകൂടെ ജീവിതത്തിൻ്റെ ഈ ബലി നമുക്ക് അർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുൻപാകെ അണച്ചിടാം. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാ സുർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും.
മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കേണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ദൈവമെൻ്റെ രക്ഷകൻ, ദൈവമെൻ്റെ നായകൻ, ദൈവമെൻ്റെ ആശ്രയം, ദൈവമെൻ്റെ സർവ്വവും. സൈന്യമെന്നെ വളഞ്ഞാലും വൈരികൾ പിന്തുടർന്നാലും ഭീതിയില്ലേക്കും ദൈവമാണ് പാലകൻ. നിയതമങ്ങേ വസതിയിൽ കഴിയുവാൻ മോഹം, മധുരമങ്ങേ മഹിമയിൽ മറയുവാൻ ദാഹം. കണ്ണിനങ്ങേ കതിരുകൾ കണ്ടു കണ്ടു മയങ്ങണം, കാതിനങ്ങേ കനിവെഴും കഥകൾ കേട്ടുലയിക്കണം. ദൈവമെന്റെ രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവ്വവും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചോടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. നിത്യ മഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ നിത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉറപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായ നീക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ.
പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ തേടണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സമ്പന്നനായി വസിക്കുന്ന പരിശുദ്ധനും സുത്തനും ബലവാനമർദ്ദനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോൾ ഞങ്ങളെ കടാക്ഷിയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധമായ സർവേശ്വര എന്നേക്കും. ആമേൻ. അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ ധന്യൻ സെബസ്ത്യാനോസിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. കരവിരുതല്ലോ വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ ധന്യൻ സെബസ്ത്യാനോസിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. പകലുകൾ പകലുകളോ നവിരുതമവിടുത്തെ പുകളുര ചെയ്യുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ ധന്യൻ സെബസ്ത്യാനോസിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ ധന്യൻ സെബസ്ത്യാനോസിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ ധന്യൻ സെബസ്ത്യാനോസിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്കുപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ലിഹ തിമോത്തിയോസാർക്ക് എഴുതിയ രണ്ടാം ലേഖനം 2-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങൾ ഗുരു ആശീർവദിച്ചാലും. മിശിഹ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ മകനെ, നീ യേശുക്രിസ്തുവിൻ്റെ കൃപാവരത്തിനു ശക്തി സ്വീകരിക്കുവിൻ. അനേകം സാക്ഷികളുടെ മുമ്പിൽ വെച്ച് നീ എന്നിൽ നിന്നും കേട്ടവ മറ്റുള്ളവർക്ക് കൂടി പഠിപ്പിക്കുവാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകൾക്ക് പകർന്നു കൊടുക്കുക. യേശുക്രിസ്തുവിൻ്റെ നല്ല പടയാളിയെപ്പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുക. സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പടയാളി തന്നെ സൈന്യത്തിൽ ചേർത്ത ആളിൻ്റെ ഇഷ്ടം നിറവേറ്റാനുള്ളതിനാൽ അവൻ മറ്റു കാര്യങ്ങളിൽ തലയിടാറില്ല. നിയമാനുസൃതം മത്സരിക്കാത്ത ഒരു കായിക അഭ്യാസിക്കും കിരീടം ലഭിക്കുകയില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.
പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 10 26 മുതൽ 33 വരെയുള്ള തിരുവചനങ്ങൾ. നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട. എന്തെന്നാൽ മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതെ ഇരിക്കുകയില്ല, നിഗൂഢമായിരിക്കുന്നൊന്നും അറിയപ്പെടാതെ ഇരിക്കുകയുമില്ല. അന്ധകാരത്തിൽ നിങ്ങളോട് ഞാൻ പറയുന്നവ പ്രകാശത്തിൽ പറയുവിൻ. ചെവിയിൽ മന്ത്രിച്ചത് പുരമുകളിൽ നിന്ന് ഘോഷിക്കുവിൻ. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലുവാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും നരകത്തിന് ഇരയാക്കാൻ കഴിയുന്നവനെ ഭയപ്പെടുവിൻ. ഒരു നാണയത്തുട്ടിന് 2 കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ? നിങ്ങളുടെ പിതാവിൻ്റെ അറിവ് കൂടാതെ അവയിൽ ഒന്നുപോലും നിലംപതിക്കുകയില്ല. നിങ്ങളുടെ തലയിലെ ഓരോ മുടിയിഴയും എണ്ണപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഭയപ്പെടേണ്ട. നിങ്ങൾ അനേകം കുരുവികളേക്കാൾ വിലയുള്ളവരാണല്ലോ. മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുൻപിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുൻപിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുൻപിൽ ഞാനും തള്ളിപ്പറയും. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, കൊച്ചു കൂട്ടുകാരെ, ചരിത്രപ്രസിദ്ധമായ അനുഗ്രഹങ്ങളുടെ നിലവറയായ ഈ കാഞ്ഞൂർ തീർത്ഥാടന ദേവാലയത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിനായി ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥനാപൂർവമായിരിക്കുന്ന ഏവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് പ്രതീക്ഷകളോടെയും പ്രാർത്ഥനയോടെയും ദൈവാനുഗ്രഹത്തിൻ്റെ പുണ്യഭൂമിയിലേക്ക് നമ്മൾ ഓരോരുത്തരും വരുമ്പോൾ വിശുദ്ധൻ്റെ പാദങ്ങളിൽ പിടിച്ചുകൊണ്ട് ദൈവത്തിന് മുമ്പിൽ മധ്യസ്ഥ അപേക്ഷിക്കാനായി ഇന്ന് ഈ ദേവാലയത്തിൽ നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന നിമിഷങ്ങളിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളും നമ്മളിവിടെ ആയിരിക്കുന്ന നിമിഷങ്ങളുമൊക്കെ അനുഗ്രഹമാണെന്ന് ഒന്നാമതായി നമുക്ക് ഓർക്കാം. പ്രിയപ്പെട്ടവരെ, ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ നമ്മുടെ ജീവിതത്തിലേക്ക് ഇന്നേ ദിവസം തമ്പുരാൻ വർഷിക്കുന്ന ദിനമാണ്. നിലവിളികളും വേദനകൾ നിറഞ്ഞ ആരവങ്ങളും കേട്ടാണ് അന്ന് മൊളോക്കോ ഗ്രാമം ഉണർന്നത്. മാതാപിതാക്കന്മാരെ നഷ്ടപ്പെട്ട മക്കളുടെയും മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കന്മാരുടെയും ദീനരോധനം എങ്ങും ഉയർന്നു കേട്ടു. വേദനകളുടെയും നിലവിളികളുടെയും കരച്ചിലുകളുടെയും മധ്യത്തിൽ സ്വന്തമെന്ന് കരുതിയവരെയും ജീവന തുല്യം സ്നേഹിച്ചവരെയും മൊളോക്കോ ദ്വീപിലേക്ക് നാട് കടത്തണമെന്ന സർക്കാരിൻ്റെ അന്ത്യശാസനം വന്ന ആ ദിവസം വളരെ വേദനയോടുകൂടിയാണ് അവിടെയുള്ള ജനങ്ങൾ മുഴുവൻ അവിടെ തിങ്ങിക്കൂടിയത്. ജനങ്ങൾ മുഴുവൻ വേദനയോടെ നിൽക്കുന്ന നിമിഷങ്ങളിൽ ഒരുപാട് വേദനകളോടെ മൊളോക്കോ ദ്വീപിൽ അകപ്പെട്ടവരുടെ സ്ഥിതി വളരെയധികം വേദനീയമായിരുന്നു. കുടിക്കാൻ വെള്ളമോ ഭക്ഷിക്കാൻ ഭക്ഷണമോ ആവശ്യത്തിന് വസ്ത്രമോ ജീവിത സാഹചര്യങ്ങളോ ഇല്ലാതെ മൊളോക്കോ ദ്വീപിലേക്ക് നാട് കടത്തപ്പെട്ടവർ ദൈവമില്ല എന്നിവരെ പറഞ്ഞുകൊണ്ട് തങ്ങളുടെ ജീവിതത്തിൽ നിരർത്ഥകമായി തെറ്റിലും പാപത്തിലും മദ്യത്തിലും ജീവിതത്തിൻ്റെ എല്ലാ അരിക്ഷിതാവസ്ഥകളിലും ആയിരിക്കുന്ന നിമിഷങ്ങളിൽ അവരെ കാണാൻ വരുന്ന ആർച്ച് ബിഷപ്പിനെ മണ്ണിൽ കാലുകുത്താൻ അനുവദിക്കാതെ വള്ളത്തിൽ തന്നെ നിർത്തുമ്പോൾ ജനങ്ങൾ അപേക്ഷിക്കുന്നുണ്ട്, ഞങ്ങളോടൊപ്പമായിരിക്കാൻ ഞങ്ങൾക്കൊരു വൈദികനെങ്കിലും തരണം, ഞങ്ങളോടൊപ്പമായിരിക്കാൻ ഒരു വൈദികനെങ്കിലും തരണമെന്നുള്ള ഈ ആവശ്യം ആർച്ച് ബിഷപ്പ് തൻ്റെ വൈദിക ഗണത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു. വൈദികരോട് ആർച്ച് ബിഷപ്പ് പറയുന്നുണ്ട്, പ്രിയപ്പെട്ട അച്ഛന്മാരെ, നമ്മുടെ ഇടയിൽ നിന്ന് 1-2 വൈദികരെ മൊളോക്കോയിലേക്ക് അയക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഒരു കാര്യം മാത്രം ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്, ആ വൈദികനെ പിന്നീട് നമ്മുടെ സമൂഹത്തിലേക്ക് തിരിച്ചെടുക്കാൻ കഴിയുകയില്ല. കാരണം കുഷ്ഠരോഗം പടർന്നു പിടിക്കുമെന്നുള്ള വലിയൊരു ആശങ്ക അവർക്കുണ്ടായിരുന്നു. കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം അച്ഛന്മാരുടെ സമൂഹത്തിൽ നിന്നും 1-2 പേര് കൈപൊക്കിയവരിൽ നിന്ന് നറുക്കെട്ട ഒരു വൈദികനെ തെരഞ്ഞെടുത്തു. പക്ഷെ പോകേണ്ട ദിവസമായപ്പോഴേക്കും അച്ഛന് കലശലായ പനിയും ഒക്കെ വന്നുകൊണ്ട് പോകാൻ പറ്റിയില്ല. അച്ഛൻ അനിയനായ ഡാമിയൻ അച്ഛൻ ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തു.
മൊളോക്കോ ദ്വീപിലേക്ക് ഡാമിയനച്ചൻ കടന്നു ചെന്നു. ആ മണ്ണിനെ ചുംബിച്ചുകൊണ്ട് ഡാമിയനച്ചൻ ചെല്ലുമ്പോൾ ഡാമിയനച്ചൻ്റെ കണ്ണിൽ നിന്നും കണ്ണീർ വീഴ്ത്തുന്ന രീതിയിലായിരുന്നു അവിടെയുള്ള ജനങ്ങൾ കഴിഞ്ഞിരുന്നത്. തെറ്റായ ജീവിതത്തിൽ വ്യാപരിച്ചിരുന്ന ജനം, ദൈവഭയമില്ലാതെ ദൈവത്തെ പഴിച്ചും സ്വന്തം ജീവിതത്തെ നശിപ്പിച്ചുമൊക്കെ കഴിയുന്ന ഈ ജനത്തെ നോക്കിക്കൊണ്ട് ഡാമിയനച്ചൻ പറയുന്നുണ്ട്, പ്രിയപ്പെട്ട മക്കളെ, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ഡാമിയനച്ചൻ ഒരു കുരിശുരൂപം, മരം കൊണ്ടൊരു കുരിശുരൂപം ഉണ്ടാക്കി ആ ദ്വീപിൻ്റെ നടുവിൽ വെച്ചു. തനിക്ക് കഴിയാവുന്ന രീതിയിൽ മറ്റുള്ളവരുടെ സഹായത്തോടുകൂടി ഒരു ദേവാലയം പണിതീർത്തു. ഗവൺമെൻറ്റിൻ്റെയൊക്കെ സഹായത്തോടുകൂടെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ജനങ്ങൾക്കും ഭവനങ്ങൾ വെച്ചു കൊടുത്തു. ഇവരുടെ എല്ലാം മുറിവുകൾ വച്ചുകെട്ടാൻ തുടങ്ങി. ഇവർക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഡാമിയനച്ചൻ ചെയ്തു കൊടുത്തു. ഈ ജനങ്ങൾ മുഴുവൻ ദൈവഭയത്തിലേക്ക് കടന്നു വരാൻ തുടങ്ങി. എല്ലാവർക്കും ഭവനങ്ങളും എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുമ്പോഴും ഡാമിയനച്ചന് മാത്രം കിടക്കാൻ ഒരു ഭവനമുണ്ടായിരുന്നില്ല. ദേവാലയത്തിന് മുമ്പിലുള്ള മരച്ചുവട്ടിൽ കിടന്നുറങ്ങിയിരുന്ന ഡാമിയനച്ചൻ ഈ ജനങ്ങൾക്ക് വേണ്ടി അഹോരാത്രം അധ്വാനിച്ചും പ്രാർത്ഥിച്ചുമൊക്കെ ആ ജനങ്ങൾ ദൈവസ്നേഹത്തിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഇടയിൽ ഡാമിയനച്ചൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. ഒരു വിഭാഗം ജനങ്ങൾ മാത്രം ദൈവത്തെ പഴിച്ച് അപ്പോഴും കഴിയുകയാണ്. ഡാമിയനച്ചൻ അവരുടെ അടുത്ത് വന്ന് വേദനയോടുകൂടി പറയുന്നുണ്ട്, പ്രിയപ്പെട്ട മക്കളെ, ദൈവം നിങ്ങളെ സ്നേഹിച്ചിട്ടും ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളിലേക്ക് ഞാൻ നൽകിയിട്ടും എന്തേ നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരാത്തെ? ഇവർ പറയുന്നുണ്ട്, അച്ഛൻ ഞങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നില്ല. അച്ഛൻ്റെ കയ്യിലെ കയ്യുറയില്ലാതെ എപ്പോഴെങ്കിലും അച്ഛൻ ഞങ്ങളെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടോ? അച്ഛൻ്റെ കയ്യുറയില്ലാതെ ഞങ്ങളുടെ മുറിവുകൾ അച്ഛൻ തൊട്ട് സ്പർശിച്ചിട്ടുണ്ടോ? അച്ഛൻ്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അച്ഛൻ ഞങ്ങളൊക്കെ ആലിംഗനം ചെയ്യുമ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ നിമിഷം ആയിരിക്കുമ്പോഴും അച്ഛൻ പലപ്പോഴും ശ്രദ്ധിക്കുന്നത് മറ്റുള്ളവരുടെ പുകഴ്ചയിലും മറ്റുള്ളവർ അച്ഛനെ കുറിച്ച് നല്ലത് പറയുന്നതൊക്കെ കേൾക്കാനല്ലേ? താൻ ആർക്ക് വേണ്ടിയാണ് ഒരു ജീവിതകാലം മുഴുവൻ ചെലവഴിച്ചത്? ഈ ജനങ്ങൾ തന്നെ പഴിക്കുന്നതും തള്ളിപ്പറയുന്നതും കണ്ടപ്പോൾ ഡാമിയനച്ചൻ ആകെ തകർന്നുപോയി. ദേവാലയത്തിന് മുമ്പിലുള്ള കുരിശുരൂപത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഡാമിയനച്ചൻ പൊട്ടിക്കരയാൻ തുടങ്ങി. പൊട്ടിക്കരച്ചിൽ കേട്ട് ആ ഗ്രാമവാസികൾ മുഴുവൻ ദേവാലയത്തിന് മുമ്പിലേക്ക് തടിച്ചുകൂടി. ഈ ജനങ്ങളെ നോക്കിക്കൊണ്ട് ഡാമിയനച്ചൻ ഉറക്കെ പറയുന്നുണ്ട്, പ്രിയപ്പെട്ട മക്കളെ, ഈശോയെ സ്നേഹിച്ചുകൊണ്ട് ഈ ദൈവത്തെ നിങ്ങളിലേക്ക് പകർന്നു നൽകാൻ ഞാനിവിടെ വന്നപ്പോൾ നിങ്ങളെല്ലാവരും തമ്പുരാനെ തിരിച്ചറിഞ്ഞു. തമ്പുരാനെ സ്നേഹിക്കാൻ ഇനിയും നിങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന എൻ്റെ കയ്യുറയാണെങ്കിൽ ഈ കയ്യുറ നിങ്ങൾക്ക് വേണ്ടി ഞാനിത് ഉപേക്ഷിക്കുകയാണ്. തൻ്റെ കൈപ്പത്തി ഉയർത്തിക്കൊണ്ട് കൈപ്പത്തിയിൽ നിന്ന് പതുക്കെ കയ്യുറ വലിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി ഡാമിയനച്ചന് നല്ല വേദനയുണ്ട്. ഡാമിയനച്ചൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. വളരെ സാവധാനം കൈപ്പത്തിയിൽ നിന്ന് ഈ കയ്യുറ വലിച്ചു മാറ്റുന്നതിൻ്റെ ഇടയിൽ ജനങ്ങൾ കണ്ടു, ഉയർത്തിപ്പിടിച്ച കയ്യിൽ നിന്ന് ഈ കൈപ്പത്തി അറ്റ നിലത്തേക്ക് വീണു. തങ്ങളോടൊപ്പമായിരുന്നു തങ്ങളെ ശുശ്രൂഷിച്ച, ദൈവത്തിൻ്റെ സ്നേഹം തങ്ങളിലേക്ക് പങ്കുവെച്ച തങ്ങളുടെ പ്രിയപ്പെട്ട ഡാമിയനച്ചൻ തങ്ങളോടൊപ്പം ഒരു രോഗിയായിരുന്നു എന്ന തിരിച്ചറിവ് ആ മൊളോക്കോ ഗ്രാമത്തെ മുഴുവനും ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നിറയ്ക്കാനും മൊളോക്കോയിലെ അപ്പസ്തോലനായ ഡാമിയനച്ചന് മുമ്പിലേക്ക് കമിഴ്ന്ന് വീണുകൊണ്ട് മാപ്പ് പറഞ്ഞ് പൊട്ടിക്കരയാനും മൊളോക്കോ ദ്വീപ് മുഴുവനും ഈശോയിൽ വിശ്വസിച്ചുകൊണ്ട് കുരിശിനെ കെട്ടിപ്പുണരാനും കാരണമായി തീർന്നു. ഡാമിയനച്ചൻ പറയുന്നുണ്ട്, പ്രിയപ്പെട്ട മക്കളെ, ഒരിക്കലും എന്നെയല്ല നിങ്ങൾ നോക്കേണ്ടത്, കുരിശിൽ മരിച്ച കർത്താവിനെ നിങ്ങൾ ഓർക്കുവിൻ. ഈ ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് ഞാൻ നിങ്ങൾക്ക് പങ്കുവെച്ചു തന്നത്. ഈ ക്രിസ്തുവിനെയാണ് ഞാൻ അടുത്തണിയാനും ഈ ക്രിസ്തുവിനെ ധരിക്കാനും ഞാൻ നിങ്ങളെ ഉപദേശിക്കുകയാണ്, നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണെന്ന്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ കുരിശിനെ സ്നേഹിക്കുകയും കുരിശിലെ സഹനത്തെ തൻ്റെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുകയും കുരിശിലെ സഹനം വഴി തൻ്റെ ജീവിതത്തിലെ സഹനങ്ങളെ ദൈവാനുഗ്രഹമാക്കി പകർത്തി ഇന്ന് അനുഗ്രഹങ്ങളിലേക്കൂടെ നമ്മളെ നയിക്കുന്ന വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിനായി നമ്മൾ അണയുമ്പോൾ, വിശുദ്ധന്റെ മാധ്യസ്ഥം തേടി അണയുമ്പോൾ ഈ വിശുദ്ധൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ക്രിസ്തുവിന്റെ കുരിശിനെ അനുകരിക്കാനും കുരിശിനെ സ്നേഹിക്കാനുമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും അനേകായിരം പ്രാർത്ഥനകളും അനേകായിരം അപേക്ഷകളുമായിട്ടാണ് ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത്. ഒരുപാട് അനുഗ്രഹങ്ങളുടെ കഥകൾ ഇന്ന് ഈ ദേവാലയത്തിലായിരിക്കുമ്പോൾ നമ്മുടെ മനസ്സുകളിലുണ്ട്. ഈ വിശുദ്ധനിലൂടെ ദൈവം വർഷിച്ച അനുഗ്രഹങ്ങൾ, ഈ വിശുദ്ധനിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നിട്ടുള്ള നന്മകൾ. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ 3 കാര്യങ്ങൾ മനസ്സിലോർക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ്. ഒന്നാമതായി, കുടുംബത്തിൽ നിന്ന് ആർജിച്ചെടുത്ത വിശ്വാസം, തൻ്റെ മനസ്സിലും ഹൃദയത്തിലും അലിഞ്ഞു ചേർന്ന വിശ്വാസം ജീവിതത്തിൽ ഉടനീളം പുണർന്നവനാണ് വിശുദ്ധ സെബസ്ത്യാനോസ്. തൻ്റെ കുടുംബത്തിലൂടെ തനിക്ക് ലഭിച്ച വിശ്വാസത്തിന്റെ പേരിൽ ഈ വിശ്വാസം തലമുറകളിലൂടെ തനിക്ക് ലഭിച്ച വിശ്വാസം ജീവിതത്തിൽ ആളിപ്പടർത്താനും മറ്റുള്ളവർക്ക് പകർന്നു നൽകാനും തൻ്റെ സഹനങ്ങളുടെയും വേദനകളുടെയും നിമിഷങ്ങളിൽ എന്നും തൻ്റെ ജീവിതത്തിൽ സ്ഥാനം നൽകിയവനാണ് വിശുദ്ധ സെബസ്ത്യാനോസ്. അമ്പെയ്ത് കൊല്ലാൻ വിധിക്കുമ്പോഴും
തൻ്റെ ജീവിതത്തിലേക്ക് ഒരുപാട് സൗകര്യങ്ങളും നേട്ടങ്ങളും ഒക്കെ മുന്നോട്ട് വയ്ക്കുമ്പോഴും അതൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ജീവിതത്തിലേക്ക് ദൈവാനുഗ്രഹമാണ് വലുതെന്ന് പറഞ്ഞുകൊണ്ട് ഈശോയെ സ്നേഹിക്കാൻ വിശുദ്ധ സെബസ്ത്യാനോസ് താല്പര്യം കാണിച്ചു. പ്രിയപ്പെട്ടവരെ, നമുക്ക് എത്ര പേർക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് കൂടുതലായി സ്ഥാനം നൽകാൻ കഴിയുമെന്ന് ഇന്നേ ദിവസം നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടിയിരിക്കുന്നു. മതപഠന ക്ലാസ്സിൽ അധ്യാപകൻ കുട്ടികളോട് ചോദിക്കുന്നുണ്ട്, മക്കളെ, കാറ്റഗിസം എക്സാമും എൻട്രൻസ് എക്സാമും ഒരുമിച്ച് വന്നാൽ നിങ്ങൾ ഏത് പരീക്ഷയ്ക്ക് പോകും? ഉടനെ തന്നെ ഒരു കുട്ടി ചാടി എഴുന്നേറ്റ് പറയുന്നുണ്ട്, എന്താ മാഷ് ഇങ്ങനെ ചോദിക്കുന്നേ? എൻട്രൻസ് പരീക്ഷയ്ക്ക് എന്തോരം കാശ് കൊടുത്ത് പഠിക്കുന്നത്, എന്തോരം അധ്വാനിച്ച് പഠിക്കുന്നതാ. കാറ്റഗിസം എക്സാമിന് പോയില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ വീട്ടിൽ പറയാറ്. എൻട്രൻസ് എക്സാമാണ് പ്രധാനപ്പെട്ടത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അപ്പുറത്തിരിക്കുന്ന കുട്ടി, തൊട്ടടുത്തിരിക്കുന്ന കുട്ടി, അവൻ നന്നായി പഠിക്കുന്ന കുട്ടിയാണ്. പക്ഷെ അവൻ പറഞ്ഞു, 2 എക്സാമും വന്നാൽ എൻ്റെ വീട്ടിൽ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന് കൂടുതൽ താല്പര്യം കാണിക്കണം, അതായത് കാറ്റഗിസം പരീക്ഷയ്ക്ക് പോകണമെന്നാണ്. പള്ളിയിൽ പോയിട്ട് മാത്രം നീ പരീക്ഷയ്ക്ക് പോയാൽ മതി എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന, എല്ലാ ദിവസവും കുരിശ് വരയ്ക്കാതെ പ്രാർത്ഥിക്കാതെ നീ പഠിക്കണ്ട എന്ന് പറയുന്ന മാതാപിതാക്കന്മാർ പഠിക്കുന്നതിനേക്കാൾ അധികമായി ഈശോയെ സ്നേഹിച്ചുകൊണ്ട് മറ്റുള്ളവരിൽ നന്മ കണ്ടുകൊണ്ട് അവരെ സ്നേഹിക്കാനും ഒപ്പം നന്മയിലൂടെ മറ്റുള്ളവരെ പഠിപ്പിച്ചുകൊണ്ട് നന്മയിലേക്ക് വളരാനും ഉപദേശിക്കുന്ന മാതാപിതാക്കന്മാരുടെ എണ്ണം ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ തിരുമുമ്പിലായിരിക്കുമ്പോൾ എത്ര മാതാപിതാക്കന്മാർക്ക് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയാൻ സാധിക്കും, എൻ്റെ കുടുംബത്തിൽ എൻ്റെ മക്കൾക്ക്, എൻ്റെ കുടുംബത്തിലായിരിക്കുന്ന എൻ്റെ കൂടപ്പിറപ്പുകൾക്ക് എത്രമാത്രം വിശ്വാസത്തോടുകൂടെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കാൻ, തലമുറകളുടെ ആർജിച്ചെടുത്ത വിശ്വാസം തലമുറകളിലേക്ക് കൈമാറാൻ എനിക്ക് കഴിഞ്ഞു എന്ന് നമ്മൾ ഇന്നേ ദിവസം ചിന്തിച്ചു നോക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഒന്നാമതായി മാതാപിതാക്കന്മാർ മക്കൾക്ക് ദൈവിക വിശ്വാസത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിനെ പോലെ അടിത്തറയുള്ള വിശ്വാസം പകർന്നു നൽകാൻ കഴിയട്ടെ. രണ്ടാമതായി വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ രൂപക്കൂട് വഹിക്കാനും ഈ രൂപത്തിൽ തൊട്ടുവണങ്ങാനും ഇന്ന് നമ്മളെല്ലാവരും ആകാംക്ഷയോടെ ഇവിടെ ആയിരിക്കുകയാണ്. നേർച്ചയായ കുടകൾ പിടിക്കാനും നേർച്ചയായ കുരിശുരൂപങ്ങൾ കൈകളിൽ ഏന്താനുമൊക്കെ ഇന്ന് നമ്മൾ ഓരോരുത്തരും വളരെ താല്പര്യപൂർവ്വമാണ് ഇവിടെ ആയിരിക്കുന്നത്. ഈ ദേവാലയത്തിലേക്ക് ഇന്ന് വരാനും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനും നേർച്ച കാഴ്ചകൾ സമർപ്പിക്കാനുമൊക്കെ വളരെയധികം സഹനങ്ങളും ത്യാഗങ്ങളും എടുത്തുമൊക്കെ നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ സഹനങ്ങളും ത്യാഗങ്ങളും എടുക്കുക കുറെ കൂടി എളുപ്പമാണ്. പക്ഷേ ഈ വിശുദ്ധൻ നമ്മെ ക്ഷണിക്കുന്നത് ഒരിക്കലും തൻ്റെ അത്ഭുതങ്ങൾ മാത്രത്തിലേക്കല്ല. വിശുദ്ധൻ അത്ഭുതങ്ങളേക്ക് അപ്പുറത്തേക്ക് വിശുദ്ധൻ നമ്മെ ക്ഷണിക്കുന്നത് ഈ വിശുദ്ധൻ അണിഞ്ഞ വിശുദ്ധിയുടെ വസ്ത്രത്തിലേക്കാണ്. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധൻ അണിഞ്ഞ വിശുദ്ധിയുടെ വസ്ത്രം നമ്മുടെ ഈ ജീവിതത്തിൽ ഏറ്റെടുക്കണമെങ്കിൽ, അത്രമാത്രം വിശുദ്ധി നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ വഹിക്കണമെങ്കിൽ ഓരോ ജീവിതങ്ങളും നന്മയിൽ നിറഞ്ഞ ജീവിതങ്ങളാക്കി നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവർ, ഓരോ നിമിഷവും ദൈവം സ്നേഹിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഈ ദൈവത്തെ സ്നേഹിക്കാനുള്ള വലിയൊരു തുറവി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രൂപപ്പെടുത്തേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വിശുദ്ധനായ വിശുദ്ധ പാദ്രൂപ്പിയോ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ കുർബാനയുടെ ദൈർഘ്യത്തെക്കുറിച്ച് അദ്ദേഹത്തോടൊരു വിശ്വാസി ചോദിക്കുന്നുണ്ട്, അച്ഛാ, സാധാരണ അരമണിക്കൂർ കൊണ്ട് തീരുന്ന ഈ ലാറ്റിൻ കുർബാന അച്ഛൻ ചെല്ലുമ്പോൾ 3-4 മണിക്കൂർ എടുക്കാം. പക്ഷേ ഈ കുർബാനയ്ക്ക് വേണ്ടി മണിക്കൂറുകൾ മുമ്പേ 6 മണിയുടെ വെളുപ്പിന് 6 മണിയുടെ കുർബാനയ്ക്ക് 1 മണിക്ക് മുമ്പേ പള്ളിയിൽ വന്ന് ജനങ്ങൾ സ്ഥാനം പിടിക്കുകയാണ്. അച്ഛൻ പലപ്പോഴും ഈ അൾത്താരയിൽ കമിഴ്ന്ന് കിടക്കുന്നു. എഴുന്നേൽക്കുമ്പോൾ അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ കഴിയുക. എന്താ അച്ഛൻ ചെയ്യുന്ന അവിടെ? ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. പാതിരൂപ്പിയോ അച്ഛൻ തന്നോട് ചോദിച്ച മനുഷ്യനോടും ജനങ്ങളോടുമായി ഇപ്രകാരം പറയുന്നുണ്ട്, പ്രിയപ്പെട്ട മക്കളെ, ഈ അൾത്താര ഇത് കർത്താവിൻ്റെ കബറിടമാണ്. ഈ അൾത്താര ഇത് കർത്താവിൻ്റെ പാദപീഠമാണ്. ഈ വിശുദ്ധ ബലിക്കണയുന്ന എൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ പ്രാർത്ഥനയ്ക്കായി ദൈവത്തിൻ്റെ മുമ്പിൽ അപേക്ഷകളും യാചനകളുമായി അണയുന്ന എല്ലാ ജനങ്ങൾക്കും വേണ്ടി ഈ അൾത്താരയിൽ ബലിയർപ്പിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ഈ അൾത്താരയിൽ കർത്താവിൻ്റെ പാദപീഠം ഞാൻ ചുംബിക്കുമ്പോൾ ഈശോയോട് ഞാൻ പറയുക, എൻ്റെ തമ്പുരാനെ, എൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന ഈ ജനങ്ങളുടെ പാപങ്ങൾക്ക് പൊറുതി കൊടുക്കാതെ, അവരുടെ അപേക്ഷകൾക്കും യാചനകൾക്കും അനുഗ്രഹങ്ങൾ നീ നൽകാതെ നിന്റെ പാദങ്ങളിൽ നിന്ന് ഞാൻ പിടിവിടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പാതിരൂപ്പിയച്ചൻ ഈ അൾത്താരയിൽ കമിഴ്ന്നു കിടന്ന് ചുംബിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ പാദത്തിൽ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചിരുന്നത്. പാതിരൂപ്പിയച്ചൻ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ മുമ്പിൽ വിശുദ്ധിയോടെ ആയിരുന്നു ദൈവത്തിൻ്റെ ബലിപീഠത്തിൽ ഞാൻ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ, മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ യാചിക്കുന്ന യാചനകൾക്ക് എൻ്റെ ദൈവം എന്ന് പ്രതിഫലം തരുമെന്ന് എൻ്റെ മനസ്സിൽ എനിക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമാണ് ഈ അൾത്താരയിൽ നിന്നും ഈശോയുടെ പാദത്തിൽ നിന്ന് ഞാൻ പിടിവിട്ടുകൊണ്ട് എൻ്റെ വിശുദ്ധ കുർബാനയിലേക്ക് ഞാൻ പ്രവേശിക്കുകയുള്ളൂ എന്ന്. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിലൂടെ വിശുദ്ധി നേടണമെന്ന് നമ്മെ ഉദ്ബോധിപ്പിക്കുന്ന വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ഈ തിരുനാൾ ദിവസം
അൾത്താരയിൽ വന്നു നിന്നുകൊണ്ട് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്കും പ്രാർത്ഥിക്കാം. വിശുദ്ധൻ അണിഞ്ഞ വിശുദ്ധിയുടെ വസ്ത്രത്താൽ ഞങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന്. നിർമ്മലമായ ഹൃദയത്തോടെയും വിശുദ്ധമായ മനസാക്ഷിയോടും കൂടെയും ഈ അൾത്താരയിൽ ആയിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് വിശുദ്ധൻ എന്നും അനുഗ്രഹമായി നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് രണ്ടാമതായി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മൂന്നാമതായി, നന്മയുടെ ജീവിതങ്ങളായി നമ്മുടെ ജീവിതങ്ങളെ മാറ്റാനും പുണ്യത്തിലേക്ക് വളരാനും നമ്മൾ പരിശ്രമിക്കണമെന്ന് ഈ തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ നമ്മൾ നേടിയെടുക്കുമ്പോഴും ഒരുപാട് കാര്യങ്ങളിൽ അഭിവൃദ്ധി പ്രാപിക്കുമ്പോഴും ദൈവ തിരുസന്നദ്ധയിൽ എത്രമാത്രം നന്മകൾ ചെയ്യാൻ, ദൈവത്തിൻ്റെ മുമ്പിൽ എത്രമാത്രം വിലയുള്ളവരായി തീരാൻ നമ്മൾ പരിശ്രമിക്കുന്നുണ്ട് എന്ന് ഇന്ന് ഈ തിരുനാൾ ദിവസം നമ്മൾ ഓർമ്മിക്കേണ്ടിയിരിക്കുന്നു. തൻ്റെ ജീവിതം കൊണ്ട്, തൻ്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും ദൈവത്തിൻ്റെ മുമ്പിൽ വിലയുള്ളവനായി മാറിയവനാണ് വിശുദ്ധ സെബസ്ത്യാനോസ്. അമ്പുകളാൽ തൻ്റെ ശരീരത്തെ ഒരുപാട് വേദനകൾ ഏറ്റെടുക്കുമ്പോഴും അവസാനം ക്രിസ്തുവിന് വേണ്ടി മരിക്കുമ്പോഴും തൻ്റെ ജീവിതത്തിലുടനീളം ദൈവത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കാൻ മുന്നോട്ടിറങ്ങിയ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ജീവിത നന്മകൾ മറ്റുള്ളവർക്ക് വേണ്ടി ക്രിസ്തുവിന്റെ സാക്ഷ്യം വഹിക്കാനും ക്രിസ്ത്യാനികളെ സഹായിക്കാനും മുന്നോട്ട് വന്നതിൻ്റെ മാതൃകകളാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഓരോ നിമിഷവും തമ്പുരാന്റെ കരങ്ങളിൽ നമുക്കായിരിക്കാം. നന്മ ചെയ്യാൻ നമുക്ക് മടുപ്പില്ലാതെ ദൈവത്തിന് മുമ്പിൽ മറ്റുള്ളവർക്ക് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. പണ്ട് കാലത്ത് നല്ല മഴയുള്ള സമയത്ത് വെള്ളം കോരാതിരിക്കാൻ നമ്മുടെ മാതാപിതാക്കന്മാർ ചെയ്തിരുന്നൊരു പണിയുണ്ടായിരുന്നു. വീടുകളിലുള്ള എല്ലാ പാത്രങ്ങളും ഒരു മഴ വരുമ്പോൾ വീട്ടിൻ്റെ പുറത്തേക്ക് ഇറക്കി വയ്ക്കും. പലതരം പാത്രങ്ങൾ അതിലുണ്ടായിരുന്നു. നമുക്കറിയാം, ഒരു വീട്ടിൽ തന്നെ വലിയ വട്ടകകളുണ്ട്, കുടങ്ങളുണ്ട്, പലതരം ചെറുതും വലുതുമായ പാത്രങ്ങളുണ്ട്. ഒരു വലിയ മഴ കഴിയുമ്പോൾ ഈ പാത്രങ്ങളിലൊക്കെ വെള്ളം നിറയാൻ തുടങ്ങും. നമുക്കറിയാം, വലിയ വട്ടകകളിൽ ഉള്ള വെള്ളം വലിയ കുടങ്ങളിലുള്ള വെള്ളവും തമ്മിലുള്ള വ്യത്യാസം. കുടങ്ങൾ വലുതാണെങ്കിലും വായ്വട്ടം ചെറുതായതുകൊണ്ട് വട്ടകയിൽ വീണ വെള്ളത്തിനേക്കാളും കുടത്തിൽ വീണ വെള്ളത്തിൻ്റെ അളവ് കുറവായിരിക്കും. അമ്മമാർ ചെയ്യുക, വട്ടകയിലുള്ള വെള്ളമൊക്കെ ഈ കുടത്തിലേക്കാക്കി കുടം വീടിനകത്തേക്ക് കയറ്റി വെച്ച് വീണ്ടും വട്ടക പുറത്തേക്ക് ഇറക്കി വയ്ക്കും. കാരണം കൂടുതൽ വെള്ളം ശേഖരിക്കാൻ ഈ വട്ടകയ്ക്ക് കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ഈ തിരുനാൾ ദിവസം അനുഗ്രഹങ്ങളുടെ നിലവറയാണ്. ഇവിടെ ആയിരിക്കുന്ന എല്ലാവരിലേക്കും, എല്ലാ കുടുംബങ്ങളിലേക്കും പ്രാർത്ഥനയും സഹായവും മധ്യസ്ഥയുമായി ഇന്ന് ഈ തിരുക്കർമ്മങ്ങളിൽ അകലങ്ങളിലിരുന്ന് പങ്കുചേരുന്ന എല്ലാവരുടെയും ജീവിതങ്ങളിലേക്ക് ദൈവം അനുഗ്രഹം വർഷിക്കുന്നുണ്ട്. നിർമ്മലമായ മനസ്സോടെയും വിശുദ്ധമായ ഹൃദയത്തോടെയും കൂടെ സഹോദരന്റെ മുമ്പിൽ, കൂടപ്പിറപ്പുകളുടെ മുമ്പിൽ നന്മകൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന എല്ലാ വ്യക്തികളും ക്ഷമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനും സ്നേഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനും ഇന്നേ ദിവസം ചെലവഴിക്കുമ്പോൾ ദൈവാനുഗ്രഹത്തിന്റെ കലവറയിൽ നിന്ന് ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹം വർഷിക്കുമെന്നുള്ള തിരിച്ചറിവ് നമുക്ക് നേടിയെടുക്കാം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധന്റെ തിരുനാൾ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതങ്ങളിലേക്ക് ദൈവാനുഗ്രഹം വർഷിക്കപ്പെടുന്ന ഈ നിമിഷങ്ങളിൽ ദൈവാനുഗ്രഹത്തിന് വേണ്ടി കാതോർക്കുന്നതോടൊപ്പം ക്ഷമിക്കാനുള്ളവരോട് ക്ഷമിക്കാനും സ്നേഹിക്കാനുള്ളവരെ സ്നേഹിക്കാനും കണ്ണു തുറന്നുകൊണ്ട് മറ്റുള്ളവരെ കണ്ടുകൊണ്ട് അവരിൽ ദൈവത്തിൻ്റെ അംശം കണ്ട് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ പാദങ്ങളിൽ നമിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ കുരിശിനെ സ്നേഹിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. എല്ലാവരും കണ്ണുകളടയ്ക്കാം. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി നമ്മുടെ 3 പ്രാർത്ഥനാ നിയോഗങ്ങളെ ഈ വിശുദ്ധ ബലിയിൽ, ഈ വിശുദ്ധ അൾത്താരയോട് ചേർത്ത് വയ്ക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ 3 പ്രാർത്ഥനാ നിയോഗങ്ങളെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മാധ്യസ്ഥം വഴി ഈശോയുടെ കുരിശിനോട് ചേർത്ത് വയ്ക്കാം. വിശുദ്ധ സെബസ്ത്യാനോസിനെ പോലെ വിശുദ്ധിയിൽ വളരാൻ കൃപ ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബങ്ങളിൽ പ്രാർത്ഥനയുടെ ചൈതന്യവും ദൈവത്തിന്റെ അരൂപയും നിറയാൻ, മക്കൾക്ക് നന്മ പകർന്നു കൊടുക്കാൻ കുടുംബങ്ങളിൽ തിരുക്കുടുംബങ്ങളാക്കി മാറ്റണമേ എന്ന് ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നന്മയുടെയും സ്നേഹത്തിൻ്റെയും അരൂപി ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് പകർന്നു നൽകണമേ എന്ന് വിശുദ്ധ സെബസ്ത്യാനോസ് വഴി നമുക്ക് പ്രാർത്ഥിക്കാം. അനുഗ്രഹങ്ങൾ ഞങ്ങളിലേക്കും ഞങ്ങളുടെ കുടുംബങ്ങളിലേക്കും വർഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ബലിയിൽ നമുക്ക് പങ്കുചേരാം. നല്ലവനായ ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. പ്രതീക്ഷയൂടാനം ചിത്തര സർവേശ കാരുണ്യം പ്രാർത്ഥിച്ചിടാം. ദൈവമേ, പ്രാർത്ഥന കേട്ടുകനിയണേ, സ്വർഗീയ ദാനങ്ങൾ നൽകിയിടണേ. ഐക്യവും ശാന്തിയും നൽകി സഭകളിൽ ക്രിസ്തീയ ചൈതന്യം
പൂവിടട്ടെ. ദൈവമേ പ്രാർത്ഥന കേട്ടുകനിയേണി സ്വർഗീയ ദാനങ്ങൾ നൽകിയിടണേ. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് തിരഞ്ഞെടുത്ത അങ്ങയുടെ അജഗണമായ ജനം മുഴുവൻ്റെയും കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. ജീവിതം തൃപ്പാദത്തിൽ കാഴ്ചയാ വച്ചിടാം. അങ്ങു തന്ന ദാനമെല്ലാം അപ്പവും വിധുവിതാ. ജീവിതം തൃപ്പാദത്തിൽ കാഴ്ചയാ വച്ചിടാം. അങ്ങു തന്ന ദാനമെല്ലാം അപ്പവും വിധുവിതാ. താതനുമതുപോലാത്മജനം ദിവ്യറുഹാക്കിൻ സ്തുതിക്കുന്നു. ദൈവാംബികയെയും മാർയൗസേപ്പിനെയും സാദരമൂർത്തിയാം പാവനമീ ബലിയിൽ പോലെ നമ്മെ
രക്തസാക്ഷികളെ സന്ദർഭികളെ ബലിയിലോർത്തീരാ. നമ്മുടെ കൂടെ ബലവാനാം കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി പിതൃത്തെ മോദാം നിത്യം വാഴ്ത്തിടാം. സർവശക്തതാതന ഏകദൈവമേ വിശ്വസിപ്പുമർത്യരാ ഞങ്ങളങ്ങയിൽ ദൃശ്യലോകമെന്ന പോലെ ദൃശ്യലോകവും സൃഷ്ടി ചെയ്ത ദൈവമേ സർവപാലക സർവശക്തകാരണ ഏക ദൈവമേ വിശ്വസിക്കുമന്ദിരാ ഞങ്ങളങ്ങയിൽ. സർവസൃഷ്ടിജാലവും തീർത്ത ദൈവമാ സത്യനാഥനങ്ങിൽ നിന്നാദ്യജാതനാ സൃഷ്ടിയല്ല പുത്രനാ യേശു ദൈവജൻ വിശ്വസിക്കുമർത്യരാ ഞങ്ങളങ്ങയിൽ. ദൈവസൂനു ദൈവമാണേക സത്യയിൽ ലോക സൃഷ്ടി പൂർത്തിയായെങ്കിലൂടവേ മർത്യരക്ഷ നൽകുവാൻ പാവനാത്മനാ മർത്യരൂപമാർന്നികേ കന്യകാത്മജൻ. പിലാത്തോസിൻ വാഴ്ചയിൽ പീഡയേറ്റവൻ ക്രൂശിലേറി ദാരുണം മൃത്യുവാർന്നവൻ മൂന്നു നാളിനുള്ളിൽ സത്യദൈവസൂനുവേ മണ്ണിലുത്തിതൻ മഹത്വപൂർണ്ണ ശോഭയിൽ സ്വർഗമാർന്നു മഹിമയോടെ നിത്യപിതാവിൻ വലതുഭാഗമാർന്നു വാഴ്വു മഹിത കാന്തിയിൽ ഒടുവിലെത്തുമീ മകി
കർത്താവെ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന ഞങ്ങളുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. നിങ്ങൾക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി നിങ്ങൾ സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ദിനങ്ങളിൽ നിന്ന് സ്തുതിയും
എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പുരുഷത്വരും അരൂപികളുമായ ക്രോപന്മാരോടും സ്ലാപന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നു ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനം, അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവ
സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി കർദിനാളിനു വേണ്ടിയും ഞങ്ങളുടെ അതിരൂപതയുടെ പിതാക്കന്മാരായ ജോസ് സെബാസ്റ്റ്യൻ മെത്രാന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രതിദിനമാവിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഞങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കു വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം ആവശ്യമുള്ളവർക്ക് വേണ്ടിയും
ആർക്കെല്ലാം വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അവർക്കെല്ലാവർക്കും വേണ്ടിയും അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യാമറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമൃദ്ധമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാ വന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് നിനിദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായികവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, എന്നിൽ കനിയേണമേ, പാപങ്ങൾ പൊറുക്കേണമേ, ഘോരമാമെന്റെ അപരാധങ്ങൾ സദയം നാഥ മറക്കേണമേ. അറിയുന്നു ഞാൻ പാപങ്ങൾ, കാണുന്നു ഞാൻ അവയൻ മുന്നിൽ. അറിയുന്നു ഞാൻ പാപങ്ങൾ, കാണുന്നു ഞാൻ അവയൻ മുന്നിൽ. നിൻ തിരുകൽപ്പന ഞാൻ ലംഘിച്ചു, തിരുമുൻപിൽ പാപം ചെയ്തു ഞാൻ. ദൈവമേ, എന്നിൽ കനിയേണമേ, പാപങ്ങൾ പൊറുക്കേണമേ, ഘോരമാമെന്റെ അപരാധങ്ങൾ സദയം നാഥാ മറക്കേണമേ. ഞങ്ങളുടെ കർത്താവേ ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം
സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.